വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയും. രാവിലെ മുതൽ ഉച്ച വരെയുള്ള വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത്. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം മോള് സ്കൂളിലൊക്കെ പോയതിന് ശേഷം കേട്ടോ ഷൂട്ടിങ് തുടങ്ങിയത്. കാരണം എടുക്കണമെന്ന് വിചാരിച്ചില്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ലഞ്ചിനുണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ വീട്ടിൽ വല്ലാതെ പച്ചക്കറികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പം കപ്സ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കാരണം 2 വീക്സ് ആയിട്ട് ഫുള്ള് പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഉള്ളത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മമ്പയർ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ ദൂനെ സ്കൂളിലേക്ക് വിട്ട ടിഫിൻ ബോക്സ് റെഡിയാക്കലും പിന്നെ അതുപോലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കൂടെ ടേബിൾ മേൽ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് പോയി ക്ലീൻ ചെയ്യാൻ നിന്നു. അങ്ങനെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു. പിന്നെ പോയി കഴിഞ്ഞാൽ സമയം പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാട്ടോ. കാരണം അവൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം പോകുന്ന പോലെ തോന്നും. അവൾ വരുന്നത് വരെ ഒരു ടെൻഷനാണ് കേട്ടോ. ആൾ ബസ്സിൽ നിന്ന് ഉറങ്ങിപ്പോവോ അങ്ങനെയൊക്കെ ഒരിതാവും. അപ്പോൾ ഞാൻ എപ്പോഴും ബസ്സിലൊക്കെ ഇരിക്കുമ്പം സെൻറ്ററിലാട്ടോ കൊണ്ട് ഇരുത്തുക. ഫ്രണ്ടിൽ അങ്ങനെ ഇരിക്കാറില്ല. എപ്പോഴും ബാക്കിൽ പോയിട്ടാണ് ഇരിക്കുക. അപ്പോൾ എനിക്കൊരു ടെൻഷനാണ്. അങ്ങനെ ഉറങ്ങിപ്പോവോ, ടീച്ചർമാരെ അറിയില്ലേ വിളിക്കാനെന്ന്. അതുകൊണ്ട് എപ്പോഴും ഞാൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ടാട്ടോ പോരുള്ളൂ. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോൾ യോഗ ചെയ്യാറുണ്ട് കേട്ടോ. നാട്ടിൽ പോയതിന് ശേഷം ഭയങ്കര മടിയാണ് ചെയ്യാൻ. പക്ഷെ ഇപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ യോഗ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സുഖമാണ് കേട്ടോ. എനിക്ക് ഒരു റിലാക്സായി നിൽക്കും ബോഡി. പിന്നെ ബോഡി കുറച്ചും കൂടി ഫ്ലെക്സിബിളായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3/4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 അവറിൻ്റെ അടുത്ത് ഞാൻ യോഗ ചെയ്യും. അതിനുശേഷം കുറച്ച് ഇതുപോലത്തെ കുപ്പികളൊക്കെ കാലിയായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഹസ്ബൻഡ് വന്ന് ഈവനിങ് പോയിട്ട് വേണമൊക്കെ ഫില്ല് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടോ. അതിന് ശേഷം പിന്നെ ചോറ് വെക്കാൻ വിചാരിച്ചു. അപ്പം അരിയും തീർന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉള്ളത് വെച്ച് ഞാൻ ഫുള്ളായിട്ട് ഇട്ടു കേട്ടോ. ശരിക്കും ഒരു ഗ്ലാസ് മതി ഞങ്ങൾക്ക്. പിന്നെ ഞാൻ അത് കുറച്ചല്ലേ ഉള്ളൂ വിചാരിച്ചിട്ട് അത് മൊത്തത്തിലുണ്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ചോറൊക്കെ പെട്ടെന്നാവും കേട്ടോ. ഒന്ന് തിളച്ചാൽ പിന്നെ റൈസ് കുക്കർ കണ്ട് ഇറക്കി വെച്ചാൽ മതി. പിന്നെ സമയമാകുമ്പം വാർത്തെടുത്താൽ മതി കേട്ടോ. അതുകൊണ്ട് ഈ കുക്കിംഗ് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ടൊന്നും കുക്ക് ചെയ്യാനേ അറിയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചോറ് ഒന്നും അറിയില്ലായിരുന്നു. ഒരു കറി പോലും വെക്കാൻ അറിയില്ലായിരുന്നു. കാരണം ഞങ്ങളൊക്കെ രാവിലെ എണീറ്റ് വരുമ്പം തന്നെ ഉമ്മ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. കാരണം ഉമ്മ ഒരു 9 മണിയാകുമ്പോഴത്തേനും ഉമ്മൻ്റെ എല്ലാ പണിയും കഴിയും കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പഠിച്ചത് കേട്ടോ. അതും കല്യാണം കഴിഞ്ഞതിന് ശേഷം കുക്കിങ്ങൊക്കെ ഉമ്മ തന്നെയായിരുന്നു. നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ ഇവിടെ വന്ന് ഒറ്റക്കൊക്കെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോന്നിങ്ങനെ പഠിച്ച് വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നു കേട്ടോ. അപ്പം അപ്പോൾ ഹസ്ബൻഡ് വരുന്നതൊന്നും എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ആൾക്കങ്ങനെ ഇഷ്ടമല്ല ഞാൻ വീഡിയോ എടുത്ത് മൂപ്പരെ വീഡിയോയിൽ ഒന്നും കാണിക്കുന്ന അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ ദൂവൊക്കെ നീ കൊണ്ടുവരുന്ന ഉറപ്പായിരുന്നു. പക്ഷേ എനിക്ക് കൊണ്ടുവരുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം എൻ്റെ ബർത്ത്ഡേയും ഞങ്ങളുടെ ആനിവേഴ്സറി സെപ്റ്റംബർ 3rd 4th ആയിരുന്നു. അപ്പം ആളിവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് 2 വാച്ച് കൊണ്ടുവന്നു. പിന്നെ ഒരു ബ്ലാക്ക് വാച്ച് ഉള്ളത് അത് ബ്രദർ ഇൻ ലോക്കാണ് കേട്ടോ. അവന് നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ശരിക്കും അവനക്ക് പറ്റിയത് കിട്ടിയില്ല. ഒന്നെടുത്തത് അവനക്ക് ഇഷ്ടമായിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇതെടുത്തു. ഇനി ആരെങ്കിലും പോകുമ്പം കൊടുത്തയക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ധൂമോക്കൊരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബോക്സിലാക്കി വെച്ചു. അല്ലെങ്കിൽ ഇനി വന്ന ബോക്സ് ഇല്ലെങ്കിൽ കരയല്ലോ വിചാരിച്ചിട്ട് ആ പിങ്ക് ബോക്സിലാക്കി. പിന്നെ അവൾക്കൊരു മേക്കപ്പ് ബോക്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേക്കപ്പ് ബോക്സ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണമെന്ന്. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആൾക്ക് അറിയാം കേട്ടോ, കൊണ്ടുവരുന്നൊക്കെ അറിയാം. പക്ഷെ വാച്ച് ചിലപ്പോൾ സർപ്രൈസ് ആവും. പിന്നെ ആൾക്ക് ഞാൻ വേഗം ചായയൊക്കെ കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വരുമ്പം കല്ലുമ്മക്കായ ഫ്രൈ, ഉന്നക്കായ, പിന്നെ ഇറച്ചിപ്പത്തിരി, അങ്ങനെ കുറേ, പിന്നെ നമ്മുടെ മുട്ടക്കേക്കൊക്കെ അല്ലേ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. കല്ലുമ്മക്കായ ഒന്നും എപ്പോഴും കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് എയർ ഫ്രയറിൽ വെച്ചൊന്ന് ചൂടാക്കാൻ വെച്ചു. കൂടെ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫ്രണ്ട് വരുമ്പോൾ നല്ല ഇറച്ചിച്ചോറ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ബീഫിൻ്റെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഇറച്ചിച്ചോറ്. അപ്പോൾ അത് ഞാനും തോമോളും തന്നെ കഴിച്ചിട്ടോ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കേട് വരുന്ന പോലെ തോന്നിയിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ അത് വേഗം കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കറി പോലെ ആക്കി വെക്കാൻ വിചാരിച്ചു കേട്ടോ. ഇന്ന് രാത്രിക്കേക്കും അത് തന്നെ എടുക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഉള്ളി, പിന്നെ എൻ്റെ അടുത്ത് ഇഞ്ചിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ അതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. പിന്നെ ചായയും ഇതൊക്കെ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചിരുന്നു കേട്ടോ.
എന്നും വിചാരിക്കും ഡയറ്റ് ചെയ്യണമെന്ന് കേട്ടോ. പിന്നെ ഇപ്പം നാട്ടിൽ നിന്ന് പോയി വന്നേരെ ഡയറ്റിങ്ങും ഒന്നും നടക്കാറില്ല കേട്ടോ. ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരും, അതിരുന്ന് കഴിക്കും. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ വാങ്ങി തന്നെ ബേക്കറി അതൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ഞാനും തോന്നുമ്പോൾ അതിരുന്ന് കഴിക്കും. അതുകൊണ്ട് ഡയറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാര്യമായിട്ട് നടക്കുന്നില്ല. ഇനിയൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പാടിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പീസ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ചിക്കൻ കറി പോലെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തക്കാളി ഇല്ലായിരുന്നു, ചെറിയൊരു പീസ് തക്കാളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് മോര് കറിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നാട്ടിലാണെങ്കിൽ ഓണത്തിൻ്റെ സെലിബ്രേഷൻസൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഗ്രൂപ്പിലും പേഴ്സണലൊക്കെ ആയിട്ട് ഫുള്ള് ഓണത്തിൻ്റെ സദ്യൻ്റെ ഒക്കെ ഫോട്ടോസാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ അതൊക്കെ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ പോകാനൊക്കെ. ഉപ്പൻ്റെ ഫ്രണ്ടുണ്ട്, ഞങ്ങളുടെ നൈബറുമാണ് ബാവുവേട്ടൻ കേട്ടോ. ബാവുവേട്ടൻ്റെ വീട്ടിൽ എപ്പോഴും ഞങ്ങളെ വിളിക്കും കേട്ടോ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഓണത്തിന്. എനിക്ക് അവരെ സദ്യ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും ഒരു ചിക്കൻ കറി ഉണ്ടാവും കേട്ടോ സദ്യൻ്റെ കൂടെ. അതും എങ്ങനെയാണ് ഭയങ്കര ടേസ്റ്റാണ്. അതിൽ കാര്യമായിട്ട് അവർ ഒന്നും കാണില്ല, ഒരു സവാളയോ ഒരു തക്കാളിയോ ഒന്നും ഉണ്ടാവില്ല, പീസും കുറച്ച് ഗ്രേവിയും മാത്രം. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അതിന്. പിന്നെ ഇപ്രാവശ്യം ബാവുവേട്ടൻ്റെ വീട്ടിലും ഓണമില്ല കേട്ടോ. അവരെ ബ്രദർ മരിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്കും ഇപ്രാവശ്യം ഓണമില്ല. അങ്ങനെ പിന്നെ ഞാൻ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. നമ്മളെ നാട്ടിൽ ഉപ്പേരി എന്നാട്ടോ പറയുക. ബീട്രൂട്ട് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. തേങ്ങ ഒക്കെ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ജസ്റ്റ് അതിലേക്ക് ചെറിയ പീസായി കട്ട് ചെയ്താൽ ഭയങ്കര നൈസായിട്ട് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ അതിലൊക്കെ തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയാവും. പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഇതൊക്കെ ഡ്രോയിങ്. അപ്പം ഇങ്ങനെ കുറേ ബുക്ക് വാങ്ങും, ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുക. അതുകൊണ്ട് കുറേ സ്ക്രീൻ ടൈമൊക്കെ പോയി കിട്ടും കേട്ടോ. ആളെ ഇതിപ്പോൾ തന്നെ ആയിരിക്കും വന്നാൽ. അതുകൊണ്ട് അവളുടെ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ തന്നെ ആക്കും. കുറേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇരിക്കും കേട്ടോ. എന്നാലും മൊബൈലൊന്നും യൂസ് ചെയ്യില്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇത് അവളെ റൂമാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇവിടെ കിടക്കാറ്. ഇവിടെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഇവിടുന്ന് AC ഡയറക്റ്റ് ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. അതുകൊണ്ട് ബ്ലാങ്കറ്റ് നിർബന്ധമാണ് കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുക്കും, പക്ഷെ പുറത്ത് ഭയങ്കര ചൂടുമായിരിക്കും. ഇപ്പം ആണെങ്കിൽ നല്ല ഹ്യൂമിഡിറ്റിയാണ് പുറത്ത്. അതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മളിങ്ങനെ വിയർത്തൊലിക്കും കേട്ടോ. ഹസ്ബൻഡ് പിന്നെ വന്നപാടെ കുറേ മെയിലൊക്കെ അയക്കാനുണ്ടെന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് അവിടെ ഇരിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ ഞാൻ ഉറങ്ങാൻ പറഞ്ഞു, കാരണം ഡ്രൈവ് ചെയ്തിട്ട് ആൾ വന്നത്. പക്ഷേ തോമോൾ വന്നിട്ട് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവക്കിടാനുള്ള മറ്റേ ബണ്ണുകളൊക്കെ ഞാൻ ടേബിളിൽ പോയി സെറ്റാക്കി വെക്കും, കോമ്പും ക്രീമും ഒക്കെ. പക്ഷെ ആ ഒരു സമയമാകുമ്പോൾ എപ്പോഴും ഇവിടെ മിസ്സാവട്ടെ, എന്താണെന്ന് എനിക്കറിയില്ല. ഇതെടുത്തൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഒക്കെ വൃത്തികേടായി കിടക്കും. പിന്നെ ആൾ പോയി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം കിച്ചണിൽ പോയിട്ട് അടുത്ത പരിപാടികൾ ചെയ്തു കേട്ടോ. പിന്നെ ചോറുണ്ടാക്കി, അപ്പോൾ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മോരുകറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് മോരൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പിന്നെ 1:30 ആയപ്പോൾ ധോനെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു കേട്ടോ, 3 ആളും കൂടി ഇരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ബീട്രൂട്ട് തോരനും മമ്പയറും ചിക്കനും മോരും കറിയൊക്കെ കൂട്ടി നന്നായിട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ.